സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചെയ്യുന്നു. സമീർ, കോഴിക്കോട് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, ഷാഫി പറമ്പിൽ എംപിക്കെതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്നു വരുന്നത്. ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടമുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. UDF നേതൃത്വത്തിലുള്ള വലിയ ഒരു കമ്മീഷൻ ഓഫീസ് മാർച്ചാണ് ഇപ്പോൾ കാണുന്നത്. കമ്മീഷൻ ഓഫീസിന് മുന്നിൽ വെച്ചുകൊണ്ട് പോലീസ് മാർച്ച് തടഞ്ഞു. ഇതോടുകൂടിയാണ് പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിലുള്ള ഈ ഒരു ഒണ്ടുന്തള്ളും ഉണ്ടാവുന്നത്. TCBക്ക് MLA, അതുപോലെ തന്നെ KPCC സെക്രട്ടറി PM നിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പ്രതിഷേധം. ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്ന കാര്യം കൂടി നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. MP-യെ പോലീസ് തിരഞ്ഞെടുപ്പിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP-യെ കോഴിക്കോട് ബേബി മെമ്മോൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എന്ന കാര്യം കൂടി വരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, വടകരയിലും അതുപോലെ തന്നെ പേരാമ്പ്ര, നാദാപുരം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. പോലീസും അതുപോലെ തന്നെ ഈ പ്രവർത്തകരും തമ്മിൽ വിവിധയിടങ്ങളിൽ ഉന്തും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കമ്മീഷൻ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഒരു രാപ്പകൽ സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് T. സിദ്ദിഖ് MLA ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു ഉന്തും നമുക്ക് കാണാനാവുന്നു. നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഷേധം തന്നെയാണ്. ഏറെ സമയമായി വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് അവർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. DCC ഓഫീസിൽ നിന്നാണ് ഈ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. പിന്നീട് കമ്മീഷൻ ഓഫീസിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോൾ വലിയ ഒരു ജനക്കൂട്ടമായി ഈ പ്രതിഷേധക്കാരുടെ നിര വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധം തുടരുന്നു. പോലീസ് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആരും തന്നെ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ായിക്കൊണ്ട് അവരിവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമായിക്കൊണ്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. എന്തായാലും എപ്പോഴും ഒരു സമരമാവുന്നില്ല. കൂടുതൽ പ്രതിഷേധക്കാർ ഇങ്ങോട്ട് എത്തുന്നു. മുദ്രാവാക്യം വഴികളുമായിക്കൊണ്ട് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ അവർ നിലയുറപ്പിച്ച ഒരു കാഴ്ച തന്നെയാണുള്ളത്. നേതാക്കളും ആരും തന്നെ ഇവിടെ തിരിഞ്ഞു പോയിട്ടില്ല. എന്തായാലും വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനാവുന്നു. സുഹൈൽ, എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. കമ്മീഷൻ ഓഫീസിലേക്കാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ കോഴിക്കോട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നടത്തിയ പ്രതിഷേധമാണ് ഇപ്പോൾ അക്രമാസക്തമാകുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം തുടരുകയാണ്. രാത്രി വൈകിയാണ് പ്രതിഷേധം തുടരുന്നത്. നേരത്തെ ഷാഫി പറമ്പിൽ MPക്ക് പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം അത് അതിശക്തമായി വലിയ പ്രവർത്തക ബാഹുല്യത്തോടുകൂടി പലയിടങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം, എറണാകുളത്തും സമാനമായ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം, തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്, കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം, അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും രാത്രി വൈകി പ്രതിഷേധം തുടരുന്നു. ഷാഫി പറമ്പിൽ MP സ്വകാര്യ ആശുപത്രി ഇപ്പോൾ ചികിത്സയിലാണ്. അവിടെ CT സ്കാൻ അടക്കം വിധേയനാക്കിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.